ആമേൻ. കർത്താവിൻ്റെ പ്രാർത്ഥന കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കും, ദൈവദാസന്മാർക്കും, സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും ആത്മീയ ജീവിതത്തിന് അത് വർധനവിന് കാരണമാകട്ടെ. ഈ ആത്മീയ ജീവിതത്തിൻ്റെ വർധനവ് എന്ന് പറയുന്നത് എന്താണ്? എക്സാക്ട്ലി. പലപ്പോഴും ആത്മീയ ജീവിതത്തിൻ്റെ വർധനവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അടയാളങ്ങളെയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇന്ന് ഈ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്തുള്ളൂ. എന്നാൽ അടുത്ത ആഴ്ച തൊട്ട് 3 മീറ്റിങ്ങുകൾക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പറയും, ആത്മീയ വർധനമുണ്ട്, പുള്ളിക്കൊരു ഉണർവുണ്ട്. പക്ഷേ ഉള്ളിൽ ഈ രൂപാന്തരമില്ലാതെയും ഇത് നടക്കും. ആഴ്ചയിൽ എല്ലാ ദിവസത്തിനും മീറ്റിങ്ങിന് വരാം. അപ്പോൾ വർധനവ് എന്ന് ഉദ്ദേശിക്കുന്നത് എണ്ണത്തിൻ്റെ വർധനവല്ല, ആന്തരികമായിട്ടുള്ള വളർച്ചയാണത്. അതിന് ഒരു സ്റ്റാൻഡേർഡേ നമുക്കുള്ളൂ, അത് കർത്താവ്. ആ സ്റ്റാൻഡേർഡിൻ്റെ വിശദീകരണമാണ് തിരുവെഴുത്തിൽ കൊടുത്തിരിക്കുന്നത്. പത്രോസ് പറയുന്നുണ്ട്, നിങ്ങൾ അവനെ കണ്ടിട്ടില്ല, പക്ഷേ അവനെ സ്നേഹിക്കുന്നു. എങ്ങനെ? കാണാതെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവിനെക്കുറിച്ചുള്ള ആ പരിജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് തിരുവെഴുത്തിലൂടെയാണ്. അപ്പോൾ ഇന്ന് രാത്രിയിലും നമുക്ക് ആ പരിജ്ഞാനമാണ് വേണ്ടിയത്. കാരണം നമുക്ക് ആത്മീയ വർധനവ് വേണം. അപ്പോൾ ഒരു പ്രോഗ്രാമല്ല നമ്മളിവിടെ ചെയ്യുന്നത്. ഇന്നലെ ഫാസ്റ്റിംഗ് പ്രെയർ, ഇന്ന് ബൈബിൾ സ്റ്റഡി, നാളെയാണ് ആരാധന. ഇന്നും ആരാധന തന്നെയാണ്. ഇന്നലെയും ആരാധനയായിരുന്നു. നമ്മുടെ ജീവിതമേ ആരാധനയാണ്. യാഗമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതാണ് ആരാധന. അതായത് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗം. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവാത്മാവ് തൻ്റെ വചനത്തിലൂടെ നമ്മുടെ ഹൃദയമായി സംസാരിക്കട്ടെ. മറ്റൊരു വിഷയം കൂടെ, അതായത് നമ്മൾ തിങ്കൾ, ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ സഹോദരന്മാർ അവർ ബിസി ആയതുകൊണ്ടാണ് കേട്ടോ. തിങ്കൾ, ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ രാവിലെ പ്രാർത്ഥനകളുണ്ട്. തിങ്കൾ തൊട്ട് ശനി വരെ സഹോദരിമാർ ബിസി അല്ലാത്തത് കൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ദൈവദാസൻ ഒരു വിഷയം പറയാൻ വിട്ടുപോയാലും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നൊരു സഭയാണിത്. ഇനി ഇവിടെ വിട്ടുപോയാലും സഹോദരന്മാരോ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നും കണ്ടു, ആ വിഷയം എടുത്ത് പ്രാർത്ഥിക്കും. കാരണം അവരെന്നുമുള്ള പ്രാർത്ഥനയായത്. അപ്പോൾ ഇവിടെ അത് പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ആരും പരിഭവിക്കല്ല്. ഇവിടെ എഴുതി വെച്ചിട്ട് പോലും വിട്ടുപോയ വിഷയങ്ങളുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള ഒരു അന്തരീക്ഷമായിരിക്കും, എനിക്കറിയില്ല. കാരണം ടെൻഷനുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കും എഴുതി വെച്ച് എന്നിട്ട് ഇതുപോലെ വിട്ട് വെച്ചാലും ചിലപ്പോൾ അത് കാണത്തില്ല, ബാക്കിയെല്ലാം കാണും. അപ്പോൾ അതുകൊണ്ട് അത് വിട്ടുപോയാലും മനഃപൂർവ്വം വിട്ട് കളയുന്നതല്ല, എന്നും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നൊരു സഭയാണ്. സ്തോത്രം. അതുകൊണ്ട് കണ്ണടയ്ക്കുമ്പോൾ തന്നെ അറിയാം ആരാ ഇവിടെ ഇരിക്കുന്നതെന്ന്. കാരണം നിങ്ങളെല്ലായിടത്തും ഒരേ ഇതിലായിരിക്കുന്നത്. മാത്രമല്ല, സത്യം ഞാൻ പറഞ്ഞതാണ്, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലിസ്റ്റില്ലാതെ പ്രാർത്ഥിക്കാൻ കഴിയും. പ്രാർത്ഥനക്കാരനായതുകൊണ്ടല്ല, നമ്മളൊരു കുടുംബമായിട്ട് നമുക്കറിയാം ആരൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്നു എന്നറിയാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു സഭയാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് വരെ ധ്യാനിച്ചു തുടങ്ങിയത് തെസ്സലോനിക്കർക്കുള്ള 1-ാം ലേഖനമാണ്. അത് ഞാൻ ചില മാസങ്ങൾ കൊണ്ട് ധ്യാനിക്കുന്ന ഒരു ലേഖനമാണ്. പക്ഷേ അത് ധ്യാനിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് എന്ന്. ഒരു മാതൃകാ ദൈവസഭ എങ്ങനെയായിരിക്കുന്നുവെന്ന് തെസ്സലോനിക്ക സഭയെ ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ വെളിപ്പെടുത്തുന്ന ലേഖനമാണ് ഈ തെസ്സലോനിക്ക ലേഖനം. അതിൻ്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടു. പൗലോസ് അപ്പോസ്തലൻ ശീലാസും തിമത്തിയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശു ക്രിസ്തുവിലും ഉള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ ഭാഗം നമ്മൾ ചിന്തിച്ചതാണ്, പക്ഷേ 2 ആഴ്ച മുമ്പാണ് ചിന്തിച്ചത്. അതുകൊണ്ട് ഒറ്റ വാക്കിൽ അതെന്താണ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ 5 കാര്യങ്ങളാണ് നമ്മൾക്ക് അവിടെ കാണാൻ കഴിയുന്നത്. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ
ഒരു മാതൃകാ സഭ, ആൻ ഐഡിയൽ ചർച്ച് ഈസ് എ സേവ്ഡ് ചർച്ച്. അതിൻ്റെ വിശദീകരണമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻ ഐഡിയൽ ചർച്ച് ഈസ് എ സേവ്ഡ് ചർച്ച്. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്, അല്ലെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് പിതാവിലും പുത്രനിലുമുള്ളവരുടെ കൂട്ടമാണ് ദൈവസഭ. അപ്പം ഇവിടെ 500 പേര് കൂടിയതിൽ അല്ല, അതിൽ പിതാവിലും പുത്രനിലും ഉള്ളവരാണ് സഭയുടെ ഭാഗം. സോ ആൻ ഐഡിയൽ ചർച്ച് ഈസ് എ ചർച്ച് വെയർ പീപ്പിൾ ആർ ഇൻ ക്രൈസ്റ്റ്, ഇൻ ദ ഫാദർ, ഇൻ ദ ഹോളി സ്പിരിറ്റ്. അത് നമുക്ക് താഴോട്ട് വരുമ്പോൾ കാണാൻ കഴിയും. കാരണം അതങ്ങനെ പറയാൻ, പ്രത്യേകിച്ചും അപ്പോസ്തലൻ അത് വ്യത്യസ്തപ്പെടുത്തി പറയാൻ കാര്യം, ചർച്ച എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമെന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിൽ മാത്രമല്ല, ഇവിടെയും ഒരു പർപ്പസിന് വേണ്ടി വേർതിരിഞ്ഞവരുടെ കൂട്ടമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മലയാളിയെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പരിചയപ്പെട്ടു, ഞാനും പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു റൊട്ടേറിയൻ ആണെന്ന് പറഞ്ഞു. റോട്ടറി ക്ലബിൻ്റെ മെമ്പർ. എനിക്ക് മനസ്സിലായില്ല സംഭവം എന്താന്ന്. ചോദിച്ചപ്പോഴാണ് പറഞ്ഞേ റോട്ടറി ക്ലബിൻ്റെ മെമ്പറാണ്. അപ്പോൾ ബിസിനസ്സുകാരനാണ് ആൾ. അപ്പോൾ നമ്മളൊന്നും ചെന്നാൽ അവിടെ അടുക്കാൻ പറ്റത്തില്ല. വലിയ ബിസിനസ്സുകാരുടെ കൂട്ടായ്മയാണത്. അതിനും ചർച്ച എന്ന് പറയാം. സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി കൂടിയിരിക്കുകയാണ്. പക്ഷേ ഈ ചർച്ച് അതുപോലത്തെ ചർച്ച അല്ല. അവിടെ ഒരു പക്ഷെങ്കിൽ ദൈവമക്കളുണ്ടാകാം, പക്ഷേ ദൈവമക്കളല്ലാത്തവരും അവിടെ ഉണ്ടാകാം. പക്ഷേ ഇവിടെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്, മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ചർച്ചിൻ്റെ രജിസ്റ്ററിലുള്ള മെമ്പർഷിപ്പ് അല്ല, കർത്താവിൻ്റെ ഹൃദയത്തിലുള്ള മെമ്പർഷിപ്പ്. യഥാർത്ഥ ദൈവസഭയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഒന്നാമത് അവിടുത്തെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ സേവ്ഡ്. ഇൻ അതർ വേർഡ്സ്, ദേ ആർ ഇൻ ദ ഫാദർ ആൻഡ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പിതാവിലും പുത്രൻ. ഞാനിത് വായിച്ചപ്പോൾ ഇത് ഒരു സ്വന്തം ബുദ്ധി കൊണ്ട് ഇത് എഴുതാൻ പറ്റത്തില്ല. നമ്മൾ എഴുതുകയാണെങ്കിൽ ഓക്കെ, തെസ്സലോനിക്ക സഭയ്ക്ക് വന്ദനം, ഇത് കൂടുതൽ എന്താ എഴുതാനല്ലേ? പക്ഷെ അങ്ങനെയല്ല എഴുതിയേക്കുന്നേ. പിതാവിലും പുത്രനിലുമുള്ള സഭ. സ്തോത്രം. അതെന്താണെന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ വിവരിച്ചു. അത് രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ കൃപയാൽ പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാകുന്ന ഒരു അനുഭവമാണത്. അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത് ക്രിസ്തുവിൻ്റെ മരണത്തിലും അടക്കത്തിലും ഉയർപ്പിലും ജീവനിലും പരിശുദ്ധാത്മാവിനാൽ അവന് ലഭിക്കുന്ന ഒരു പങ്കാളിത്തമാണ് ക്രിസ്തുവിൽ എന്നുള്ള ആ അനുഭവം. ഞാൻ പറഞ്ഞു, എഫേസ്യയിലെ ലേഖനത്തിൽ തന്നെ അനവധി തവണ പൗലോസ് അത് എഴുതിയിട്ടുണ്ട്. 180 പരം പ്രാവശ്യം ലേഖനങ്ങളിൽ പൗലോസ് അത് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റ് ജീസസ്, ഇൻ ദ ലോർഡ്, ഇൻ ദ ബിലവഡ്, ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ടാണ് അത് പൗലോസ് വിവരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ക്രിസ്തുവിലായിത്തീർന്ന ഒരു വ്യക്തിക്കാണ് കൊരിന്ത ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി മാറും. മാത്രമല്ല, ഇങ്ങനെ ഒരു ജീവിതാനുഭവം അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിലൂടെ അവൻ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാവുകയാണ്. പിതാവുമായി, ദൈവവുമായി, പരിശുദ്ധനായ പിതാവുമായിട്ട് നിരപ്പവന് ലഭിക്കുകയാണ്. കാരണം അവൻ ഒരിക്കൽ പിതാവുമായി അല്ലെങ്കിൽ ദൈവവുമായിട്ട് യുദ്ധത്തിലായിരുന്നു. എൻ്റെ ഭാഷയല്ല, വചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ദൈവത്തിന് ശത്രുക്കളായിരുന്നു. മാത്രമല്ല, ഈ ഒരു അനുഭവത്തിലൂടെ അവന് നിത്യനായ പരിശുദ്ധനായ ദൈവവുമായിട്ട് അഭേദ്യമായ കൂട്ടായ്മ ബന്ധത്തിലേക്ക് വരികയാണ്. ഇവിടെ ആയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പിതാവിലാണ്, പുത്രനിലാണ്, പരിശുദ്ധാത്മാവിലാണ്. അതുവഴി നമുക്ക് അന്യോന്യം എന്തോ ഉണ്ട്, ബന്ധമുണ്ട്. രക്തബന്ധങ്ങളെക്കാൾ ഈ ബന്ധത്തിന് മൂല്യമുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ,
ഇത് നിത്യതയിലുമുള്ള ബന്ധമാണ്. രക്തബന്ധങ്ങളെല്ലാം നിത്യതയിൽ കാണണമെന്ന് നിർബന്ധമില്ല, കാണട്ടെ. പക്ഷേ രക്തബന്ധത്തെക്കാൾ നിലനിൽക്കുന്ന ബന്ധമാണ് ക്രിസ്തീയ കൂട്ടായ്മ ബന്ധം. ഇവിടെ പൗലോസ് നമുക്ക് അതിൽ നിന്ന് മുന്നോട്ട് പോകാം. അതെന്താ? രണ്ട് സിഗ്നിഫിക്കൻസ് അതിനകത്തുള്ളത്. ഈ ക്രിസ്തുവിലാണ് എന്ന് പറയുമ്പോൾ, പിതാവിലാണ്, പുത്രനിലാണ്, പരിശുദ്ധാത്മാവിലാണ് എന്ന് പറയുമ്പോൾ രണ്ട് സിഗ്നിഫിക്കൻസ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, അത് ഒന്നാമത് കാണിക്കുന്നത് കർത്താവിൻ്റെ ഭരണമാണ്, അല്ലേ? നിൻ്റെ നമ്മൾ കർത്താവിൻ്റെ പ്രാർത്ഥന, കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞ രണ്ടാമത്തെ കാര്യം? സ്വർഗസ്ഥനായ പിതാവേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ നമ്മൾ പാടി പോലെ ഇഷ്ടം സ്വർഗത്തിലെ എപ്രകാരം നീ നടത്തിയെടുക്കുന്നു അതുപോലെ ഭൂമിയിലും നടത്തിയെടുക്കണമേ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലും നടത്തിയെടുക്കണമേ. അതിന് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ അതിന് മഹാപുരോഹിത പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞത്: ഞാൻ നിന്നിലും നീ എന്നിലും, ഞാൻ അവരിലും നീ എന്നിലും എന്നത്. ആ നിലയിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. കണ്ടോ? എന്നിൽ വസിപ്പീൻ. അപ്പോൾ ആ ഒരു വിഷയമാണ് അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്. അതായത് ദൈവഹിതം, ദൈവപ്രകാരം സ്വർഗത്തിൽ നടത്തിയെടുക്കുന്നോ അതുപോലെ നമ്മുടെ ജീവിതത്തിലും എന്നുള്ളതാണ് ക്രിസ്തുവിൽ എന്നുള്ളതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്. രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ പറഞ്ഞു, 17-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നിലും നിങ്ങൾ എന്നിലും എന്നുള്ള ആ വിഷയം. രണ്ടാമത്തെ കാര്യമാണ് ദൈവഹിതം, ദൈവം എപ്രകാരം സ്വർഗത്തിൽ നടത്തിയെടുക്കുന്നോ അപ്രകാരം നമ്മുടെ ജീവിതത്തിലും എന്നുള്ളത്. ഇനി സ്വർഗത്തിൽ ദൈവഹിതം ദൈവം നടത്തിയെടുക്കുന്നു, സ്വർഗത്തിലെ പോലെ എന്നാണല്ലോ നാം പറഞ്ഞത്. അതെങ്ങനെയാണ് നടത്തിയെടുക്കുന്നത്? തൻ്റെ തിരുഹിതത്തിൻ്റെ ആലോചന പോലെ. അവിടെ ജൽബോഡിയോ കമ്മിറ്റിയോ ഒന്നും കൂടുന്നില്ല, തൻ്റെ ഹിതം താൻ നിവർത്തിക്കുകയാണ്. ഈ ഭൂമിയിൽ എങ്ങനെയാണ് താൻ നിവർത്തിക്കുന്നത്? തിരുവെടുത്തെന്ന ദൈവത്തിൻ്റെ വെളിപ്പാടിലൂടെ ദൈവം തൻ്റെ തിരുഹിതം വെളിപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ഈ ഭൂമിയിൽ തൻ്റെ ഇഷ്ടം താൻ നിവർത്തിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ തൻ്റെ ഹിതത്തിൻ്റെ പ്രദർശനമാണ് തിരുവെഴുത്തിലൂടെ എഴുതി നമുക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ നിൻ്റെ ഇഷ്ടം പോലെ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പറയുമ്പോൾ ആ ഹിതം എഴുതി തന്നിരിക്കുന്നതാണ് ഈ തിരുവെഴുത്ത്. അത് പൂർണ്ണതോതിൽ നിവർത്തിക്കുവാനാണ് തൻ്റെ ആത്മാവിനെ തന്നെ നമ്മിൽ തന്നിരിക്കുന്നത്. പൗലോസ് ഇത് പറഞ്ഞ ശേഷം അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഞാൻ വീണ്ടും പറയട്ടെ, കൃപ കാരണവും സമാധാനം അതിൻ്റെ ഫലവുമാണ്. കൃപ കാരണവും സമാധാനം അതിൻ്റെ ഫലവുമാണ്. റോമാലേഖനം 5:1 പറഞ്ഞിരിക്കുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. അപ്പോൾ എങ്ങനെയാണ്? രണ്ട് വാക്ക് അവിടെ കാണാം. വിശ്വാസമാണ് കാരണം, സമാധാനമാണ് അതിൻ്റെ ഫലം. ദൈവത്തോട് സമാധാനം. വിശ്വാസത്താലാണ് നാം നീതീകരിക്കപ്പെട്ടത്. അത് കാരണം നമുക്ക് ദൈവത്തോട് ഇപ്പോൾ സമാധാനമുണ്ട്. അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളെല്ലാം തുടക്കത്തിൽ അവർ പറയുന്ന രണ്ട് പദപ്രയോഗങ്ങളാണ് കൃപയും സമാധാനവും. ചില ലേഖനങ്ങളിൽ കൃപയും കനിവും സമാധാനവും എന്നും എഴുതിയിട്ടുണ്ട്. ഇനിയുമാണ് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് കിടക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ രണ്ടാമത്തെ വാക്യം. അപ്പോൾ ഈ മൂന്ന് പേരും ഞങ്ങൾ എന്ന് പറയുമ്പോൾ പൗലോസ്, സീലാസ്, തിമത്തി, തെസ്സലോനിക്കയുള്ള ദൈവമക്കളെക്കുറിച്ച് എന്ത് ചെയ്യുകയാണ്? പ്രാർത്ഥിക്കുകയാണ്. സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. സ്മരിച്ചുകൊണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇവരെ ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാനായി ഇവരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 1, വിശ്വാസത്തിൻ്റെ വേല. 2, സ്നേഹത്തിൻ്റെ പ്രയത്നം. 3,
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത. 3 കാര്യങ്ങൾ: വർക്ക് ഓഫ് ഫെയ്ത്ത്, ലേബർ ഓഫ് ലവ് ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഓഫ് ഹോപ്പ് ഇൻ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അതെന്താ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ 3 വാക്കുകളുടെ വിശദീകരണം? ഒന്നാമത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ 3 വാക്കുകൾ പൗലോസ് മറ്റ് 3 ഭാഗങ്ങളോട് എഴുതിയിട്ടുണ്ട്. 5:8 ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 5:8 തെസ്സലോനിക്കർ 1 ലേഖനം 5:8. വായിച്ചോ. വിശ്വാസവും സ്നേഹവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ച് സുബോധമായിരിക്കുക. അപ്പോൾ അവിടെയും കാണാം വിശ്വാസം, പ്രത്യാശ, സ്നേഹം. കൊരിന്ത്യർ 1 ലേഖനം 13:13 പറഞ്ഞിരിക്കുന്നത്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം നിലനിൽക്കുന്നു, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. കൊലോസ്യർക്കുള്ള 1 ലേഖനം, കൊലോസ്യർക്ക് 1 ലേഖനമേ ഉള്ളൂ. കൊലോസ്യർ ലേഖനം 1 അധ്യായം, ശ്രദ്ധിച്ചെല്ലാവരും, അതുകൊണ്ട് കുഴപ്പമില്ല. 4-5 വാക്യങ്ങളിൽ 3-4 വാക്യങ്ങളിൽ, സുവിശേഷത്തിൻ്റെ സത്യവചനത്താൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെ. അപ്പോൾ പ്രത്യാശ, വിശ്വാസം, സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹം. അവിടെയും കാണാം പ്രത്യാശ, വിശ്വാസം, സ്നേഹം. ഇനി നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശ്വാസത്തിൻ്റെ വേല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യം. അപ്പോൾ ഈ 3 ഭക്തന്മാർ തെസ്സലോനിക്ക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ തെസ്സലോനിക്ക സഭയെ പറ്റിയുള്ള ന്യൂസ് കിട്ടിയത് എങ്ങനെയാ? തിമത്തി വഴിയാണ്. തിമത്തിയെ പൗലോസ് അങ്ങോട്ട് വിട്ടു. കാരണം അവിടുന്ന് ഒരിക്കൽ ഇവരെ ഓടിച്ചതാണ്. പിന്നെ ആ സഭയെ പറ്റിയുള്ള തൻ്റെ ചിന്താഭാരം തിമത്തിയെ അങ്ങോട്ട് വിട്ടു. തിമത്തി ഒരു റിപ്പോർട്ട് കൊണ്ട് വന്നു. അത് കേട്ടപ്പോൾ പൗലോസിന് വളരെ സന്തോഷമായി. മെസ്സഞ്ചറിനെ ഓടിച്ചെങ്കിലും മെസ്സേജ് അവിടെ എഫക്റ്റീവായിട്ടുണ്ട്. കാരണം ഇത് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് പറഞ്ഞ കാര്യം തന്നെയാണ്, ഞാനാണ് എൻ്റെ സഭയെ പണിയുന്നത്, പാതാള ഗോപുരങ്ങൾ എന്നെ ജയിക്കുകയില്ല. മെസ്സഞ്ചറായിരുന്നു പൗലോസ്. ആ സുവിശേഷ സത്യം വിശ്വസ്തയോടുകൂടെ അവിടെ പറഞ്ഞപ്പോൾ അവിടെ പറയുന്നുണ്ട്, അവരിൽ ചിലർ, മാന്യ സ്ത്രീകൾ, അനേകർ ദൈവവചനം കൈക്കൊണ്ടു. അപ്പോസ്തലർ പ്രവൃത്തി 17 എഴുതിയിട്ടുണ്ടത്. കൈക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരികയാണ്. അതിനുശേഷം ഇവരെ യഹൂദന്മാർ ചില മെനക്കെട്ട് നടക്കുന്ന ചില ആളുകളെയൊക്കെ കൂട്ടി ഇവരെ ഓടിക്കുകയാണ്. പക്ഷേ ആ കേട്ട മെസ്സേജ് അത് ദൈവത്തിൻ്റെ വചനമാകിയാൽ അത് ചില ഹൃദയങ്ങളിൽ അത് വേരൂന്നി 30, 60, 100 മേനിയായി അത് വിളകായ്ച്ചു. വിതയ്ക്കുന്നവനെ അവിടുന്ന് ഓടിച്ചെങ്കിലും വചനത്തിന് ശക്തിയുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ അവിടെ ഉണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയപ്പോൾ, അവരെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയപ്പോൾ, ദൈവത്തോട് ഇവർ പ്രാർത്ഥിക്കുമ്പോൾ 3 കാര്യങ്ങൾ അവരെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ഇവർക്ക് മനസ്സിലായി. ഒന്നാമതാണ് വിശ്വാസത്തിൻ്റെ വേല. ഈ വേല എന്നുള്ളത് മലയാളത്തിൽ അങ്ങനെ തർജ്ജിമ ചെയ്തെങ്കിലും പ്രവൃത്തി എന്നാണ് അർത്ഥം. വർക്ക് ഓഫ് ഫെയ്ത്ത് എന്നാണ് ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത്. അപ്പം വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. ഇനിയും ഈ വിശ്വാസവും പ്രവൃത്തിയും 2 ഓപ്പോസിറ്റ് ധ്രുവങ്ങളാണ്, അല്ലേ? നമ്മൾ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാ? നീതീകരിക്കപ്പെട്ടത് എങ്ങനെയാ? വിശ്വാസത്താലാണ് നീതീകരിക്കട്ടെ, പ്രവൃത്തിയാലല്ല നീതീകരിക്കുക. അപ്പം കണ്ടോ, 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന സംഭവമാണ്. പ്രവൃത്തിയാൽ ഒരു ജഡവും ദൈവസേനയിൽ നീതീകരിക്കപ്പെടുകയില്ല. അപ്പോൾ 2 ധ്രുവങ്ങളാണ് വിശ്വാസവും പ്രവൃത്തി. മനുഷ്യൻ ഏതാ ഇഷ്ടമെന്നറിയോ? രക്ഷിക്കപ്പെടാൻ, നീതീകരിക്കപ്പെടാൻ നിങ്ങൾ ഒരു $10 ലക്ഷം നിങ്ങൾ കൊണ്ടുവരണം. വേറൊരു ഓപ്ഷൻ ഉണ്ട്, അത് വിശ്വസിച്ചാൽ മതി. ഇത് ഏതായിരിക്കും പ്രിഫറൻസ് എന്നറിയാമോ?
മനുഷ്യൻ്റെ, അതായത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ചായി പറയുന്നത്. രക്ഷിക്കപ്പെടുന്ന മുമ്പുള്ള അവൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അവൻ തന്നിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുന്ന അവൻ്റെ അവസ്ഥയാണ്. അവൻ സ്വയം ദൈവത്തെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ അവസാനം അവനെ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. കാരണം അവൻ്റെ ഹിതപ്രകാരം സാദൃശ്യപ്രകാരമുള്ള ദൈവത്തെ അവൻ ഉണ്ടാക്കും. അല്ലാതെ അവനെ സത്യദൈവത്തെ കണ്ടുപിടിക്കാൻ അവന് കഴിയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല, പുത്രനിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നില്ല. മനുഷ്യന് സ്വയം അവൻ്റെ ആഗ്രഹപ്രകാരം പ്രയത്നിച്ച് കണ്ടുപിടിക്കുവാൻ കഴിയുന്നവനല്ല ഈ പരിശുദ്ധനായ ദൈവം. അവിടുന്ന് കരുണ ചെയ്യണം. അപ്പോൾ ഓപ്ഷൻ കൊടുക്കുകയാണ്, $10,00,000 എങ്ങനെയും സംഘടിപ്പിച്ചാൽ നിങ്ങളെ നീതീകരിക്കപ്പെടുവാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അവനത് സംഘടിപ്പിക്കും. മതത്തിൻ്റെ വഞ്ചന അതാ. മനുഷ്യൻ അവൻ്റെ പ്രകൃതത്തിൽ നിന്നുകൊണ്ട് അവന് ദൈവത്തെ പ്രസാദിപ്പിക്കണം. എന്തിനാണെന്നറിയാമോ? ഒരിക്കൽ അവന് പറയാൻ കഴിയും, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ നീതീകരിക്കപ്പെട്ടു, കാരണം $10,00,000 ഞാൻ കൊടുത്തു. ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നേ? കൃപയാൽ, കൃപയാൽ. ഒന്നും പുകഴാനില്ല. നമ്മൾ പറയും കൃപയാൽ. വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികൾ കാരണമല്ല. കണ്ടോ, അവിടെയും പ്രവൃത്തിയും വിശ്വാസവും രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുക. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് അപ്പോസ്തലൻ അതിനെ രണ്ടും കൂടെ യോജിപ്പിച്ചേ? പ്രവൃത്തി, വിശ്വാസം, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്താ? ഒന്നാമത്, ഒരു ദൈവദാസൻ ഒരു ദൈവവേദനയെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവന് സന്തോഷത്തോടെ പ്രാർത്ഥിക്കണമെങ്കിൽ ആ ദൈവ പൈതലിൽ കാണേണ്ട, ഇപ്പം നിങ്ങൾക്ക് എത്ര പണം വർദ്ധിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ നിങ്ങളുടെ ആത്മീയ ജീവിതം താഴോട്ടാണ് പോകുന്നതെങ്കിൽ, ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ ദൈവസന്നിധിയിലാണ് പറയുന്നത്, ഇതുപോലെ സങ്കടകരമായൊരു കാര്യമില്ല. നിങ്ങളുടെ ഒരു ജോലി നഷ്ടപ്പെട്ടാൽ പ്രാർത്ഥിക്കാം. പക്ഷേ എനിക്കറിയാം, നിങ്ങളെ ഇവിടെ ദൈവം വിട്ടെങ്കിൽ നിങ്ങളെ പുലർത്താൻ ദൈവം ശക്തനാണ്. പക്ഷെ നിങ്ങളുടെ ആത്മീയത അതൊരു കൺസേണാണ്. പൗലോസ് അപ്പോസ്തലൻ ഈ തെസ്സലോനിക്ക സഭയിലെ അംഗങ്ങളെപ്പറ്റി കേട്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒന്നാമത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ വേല നിമിത്തമാണ്. അപ്പോൾ എന്താ ഈ വിശ്വാസത്തിൻ്റെ വേല? വർക്ക് ഓഫ് ഫെയ്ത്ത്. അതിന് കർത്താവ് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 28-29 വാക്യങ്ങൾ. എത്ര ക്ലിയറാ കർത്താവ് പറഞ്ഞ്. ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഇതിന് മുമ്പ് 5000 പേരെ പോഷിപ്പിച്ചു. 5000 അല്ല, അതിൽ കൂടുതലുണ്ട്. ഈ സെയിം പുരുഷാരോ കർത്താവിൻ്റെ പുറകിലാണ്. അതിനുശേഷം യേശു വെള്ളത്തിന്മീതെ നടക്കുന്നൊരു സംഭവമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ അക്കരയ്ക്ക് പോയപ്പോൾ ഇവർ കര ചുറ്റി ഓടിച്ചെന്ന് അവിടെ ചെന്ന് കർത്താവിനെ കണ്ടപ്പോൾ പറയാ, ഗുരു നീ എപ്പോൾ വന്നു? ഇത് കേട്ടാ തോന്നും ഈ വചനങ്ങളെല്ലാം എഴുതിയെടുത്ത് ഇനി അടുത്ത കാര്യം എന്തോ എന്ന് ചോദിക്കാൻ വന്നേക്കുന്നതാണെന്ന് ഞാനങ്ങനെ വിചാരിക്കുള്ളൂ. പക്ഷെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള കർത്താവ് നോക്കിയപ്പോൾ അവരുടെ അകം കണ്ടു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഞാൻ കാണിച്ച അത്ഭുതത്തിലെ അടയാളം കണ്ടതുകൊണ്ടല്ല,
അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. നമ്മൾ പറയത്തില്ലത്, വന്നല്ലേ കയറിയിരുന്നാട്ടച്ചാന്ന് പറയും. പക്ഷെ കർത്താവ് ആളെ കൂട്ടാൻ വന്നതല്ല. കർത്താവ് അത്ഭുതം ചെയ്തു. അത്ഭുതം ചെയ്തിട്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത് ഇവർ എന്നിൽ വിശ്വസിക്കണം, ഞാൻ അവരുടെ മശികയാ. ആ അടയാളം അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അനുപരം അപ്പം തിന്ന് തൃപ്തരായി. എനിക്ക് കിട്ടിയ റൊട്ടിയുടെ അറ്റം ഇച്ചിരി കരിഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് പഠിച്ചിട്ട് പോയെന്നല്ലാതെ ഒരു ഗുണവും ആ അത്ഭുതം കൊണ്ടുണ്ടായില്ല. പിന്നെയും ഇതിനു വേണ്ടിയാ വരുന്നേ. നീ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, നീ കുടിച്ചു മരിക്കത്തേ ഉള്ളൂ. കാരണം ഇത് ദാഹിപ്പിക്കുന്ന വെള്ളമാ. ഞാൻ തരുന്നൊരു വെള്ളമുണ്ട്, അത് ജീവജലമാ. ഈ അപ്പവും അതുപോലെ തന്നെയാ. ഇതിവിടെ എത്ര കാലം കഴിച്ചാലും നിത്യനരകത്തിൽ അത് കഴിച്ചോണ്ട് പോകാം. ഇസ്രായേലിന് പറ്റിയതാ. ഇറച്ചി അവരുടെ പല്ലിനിടയിൽ ഇരുന്നപ്പോൾ തന്നെ പലരും നിഗ്രഹിക്കപ്പെടാൻ കാര്യം എന്താ? വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ അപ്പോ ഇറച്ചിയും അത്ഭുതവും ഒന്നുമല്ല, ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതിനകത്തെ അടയാളം നമ്മൾ കാണണം, ക്രിസ്തുവിനെ കാണണം. അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. കർത്താവ് നേരിട്ട് കാര്യം പറഞ്ഞു. നിങ്ങൾ എന്നെ അന്വേഷിക്കുക എന്തിനാണെന്ന് എനിക്കറിയാം. നിങ്ങൾ അപ്പം നിന്ന് തൃപ്തരായതുകൊണ്ടാണ് നീ കടന്നു വന്നിരിക്കുന്നത്. നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി ആഗ്രഹിച്ചോ, അതെൻ്റെ പിതാവ് തരും. അപ്പോൾ അവർ ചോദിക്കുക, പ്രസാദമുള്ള പ്രവൃത്തി എങ്ങനെ ചെയ്യാം? അപ്പോൾ അവർ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇതിന് ഇൻട്രസ്റ്റ് ആയി. പ്രവർത്തിക്കണോ? എന്നാൽ പിന്നെ റെഡി, എന്ത് ചെയ്യാം കിട്ടും. അപ്പോൾ പറയാം, അവനെ വിശ്വസിച്ചാൽ മതിയെന്ന്. അതിൻ്റെ റെസ്പോൺസ് എന്തായിരുന്നു? അതിന് മറുപടി അവരെന്താ പറഞ്ഞേ? ഞാനാണ് അവിടെ നിന്ന് ഓടിയനെ, ഇങ്ങക്ക് നിൻ്റെ പാട്ട് നോക്കടാ എന്ന് പറയും. ഇത്രയും അത്ഭുതം ചെയ്തപ്പുറത്ത് എന്നിട്ട് പിന്നെ ചോദിക്കുക, ഞങ്ങൾ വിശ്വസിക്കാൻ ഇനി ഒരു അടയാളം വേറൊന്ന് ഇറക്കിക്കേ. ഇതെന്ത് മജീഷ്യനാണോ ഇത്? ദൈവപുത്രനല്ലേ? ഇതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളൊന്നും ജെയ്സൺ അത് പറയുണ്ടായി, അവർ കണ്ണുണ്ടായിട്ടും കാണുന്നില്ല, ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ല, അവരുടെ ഹൃദയം തടിച്ചിരിക്കുക. വചനത്തോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയുണ്ട്? ഈ വിത്ത് ചെന്ന് വീണത് പാറസ്ഥലത്തായിപ്പോയി. വിത്തിൻ്റെ കുഴപ്പമല്ല, ഹൃദയത്തിൻ്റെ കുഴപ്പമാണ്. ചിലത് മുള്ളിനിടയിലായിപ്പോയി. വിതച്ചവൻ്റെ കുഴപ്പമല്ല, ഹൃദയത്തിൻ്റെ കുഴപ്പമാണ്. ചിലത് വഴിയരയിലായിപ്പോയി, ചിലത് നല്ല സ്ഥലത്ത് 30-60 മേനിയായത് വിള കഴിച്ചു. ഇവർ ചോദിക്കുക, ഒരു കാര്യം ചെയ്യും, ഒരടയാളം കാണിയത്. യഹൂദന്മാർ ഇപ്പോഴും അടയാളം ചോദിച്ചുകൊണ്ടിരിക്കുക. യവനന്മാർ അവർ ഗ്രീക്കാണ്, മൂലഭാഷ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അവർക്ക് ഭോഷത്വം ഇതെല്ലാം. ജ്ഞാനികൾക്ക് ഭോഷത്വമാ. എന്നാൽ കുലഹീനമായ നികൃഷ്ടമായതിനെ തെരഞ്ഞെടുപ്പാൻ ദൈവം കൃപ ചെയ്തു. അതെന്തിനറിയാമോ? ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ. സ്തോത്രം. യെസ്, ആ ഒരു വെളിപ്പാട് നമുക്ക് ലഭിച്ചു. ഇപ്പൊ കർത്താവ് പറയുന്നത്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് അവനെ അയച്ചവനിൽ വിശ്വസിക്കുക. ഇനിയിപ്പോൾ എന്തോ ഒരടയാളം ഒന്ന് കാണിക്കുക പ്ലീസ്, ഞങ്ങൾ വിശ്വസിക്കാം. അടയാളം കാണിച്ചാൽ വിശ്വസിക്കുമോ? ഇതിന് ശേഷം അടയാളം കാണിച്ചിട്ടില്ലേ? 7 അടയാളങ്ങൾ യോഹന്നാൻ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. അവരെന്തോ വിശ്വസിച്ചു. കർത്താവ് ചില കാര്യങ്ങളിൽ സീരിയസ് ആയിട്ട് പറഞ്ഞപ്പോൾ അന്ന് മുതൽ അവനെ പിന്തുടർന്ന പുരുഷാരം മാത്രമല്ല വിട്ടുപോയത്, ശിഷ്യന്മാരും വിട്ടുപോയി. അപ്പോൾ ഇതന്നെ ശിഷ്യന്മാരായിരുന്നത്. 12 പേരെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകാം. ഞങ്ങളെവിടെ പോകുന്നേ? നിത്യജീവന്റെ മൊഴി അത് നിന്നിലുണ്ട്, ഞങ്ങളെവിടെ പോകാനേ പറയുന്നേ? ഭാഗ്യമാട്ടോ, ഈ വെളിപ്പാട് ലഭിച്ചത് ഭാഗ്യമാ.
ആർജിച്ചെടുത്ത ഒന്നല്ലിത്. കൃപയാൽ 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 ലഭിച്ചതാ. ഇവിടെ പറയുന്നത് this is the work of God that you believe in him who he sent. അവൻ അയച്ചവനിൽ വിശ്വസിക്കുക. അതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് വച്ചാൽ ഇവിടെ വിശ്വാസത്തെ ഒരു പ്രവൃത്തി എന്ന നിലയിൽ ചിത്രീകരിച്ചിരിക്കുക. പ്രവർത്തിച്ച് രക്ഷിക്കപ്പെടാമെന്നല്ല കർത്താവ് പറഞ്ഞേ. അയച്ചവനിലുള്ള വിശ്വാസമാണ് ദൈവപ്രസാദമുള്ള പ്രവൃത്തി. ഇതല്ലാതെ ഒരു പ്രവൃത്തിയും രക്ഷയ്ക്കുതുകുന്നില്ല. അപ്പോൾ രക്ഷയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ മഹത്വം കവരാതെ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പ്രവൃത്തി വിശ്വാസമാണ്. മനസ്സിലായോ? ദൈവത്തിൻ്റെ മഹത്വം അവൻ വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് കവരരുത്. അത് എവിടെയെല്ലാം കവർന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ ഇൻസ്റ്റൻ്റ് അടിയും കിട്ടിയിട്ടുണ്ട്. ഒരുത്തൻ സിംഹാസനത്തിൽ ഇരുന്ന് പുള്ളി ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞൊന്നുമില്ല. പുള്ളിയുടെ കൂടെ ഉള്ളവരാ പറഞ്ഞേ, ഇതാരാ, ഇത് ദേവനാ എന്നൊക്കെ പറഞ്ഞേ ഉള്ളൂ അടി ഉടനെ. ഉസിയാവിൻ്റെ അനുഭവം നമുക്കറിയാമല്ലോ. അവൻ സ്റ്റേബിൾ ആയപ്പോൾ അവൻ്റെ ഹൃദയം നിഗളിച്ചു, അവനെയും മാറ്റി. ദൈവത്തിൻ്റെ മഹത്വം കവരാൻ ദൈവം അനുവദിക്കുന്നില്ല. രക്ഷയോടുള്ള ബന്ധത്തിൽ മുഴുവൻ മഹത്വം ദൈവത്തിനാണ്. പക്ഷെ ഇവിടെ ദൈവത്തിൻ്റെ പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വം ഒട്ടും ചോരാതെ കവരാതെ മനുഷ്യന് രക്ഷയോടുള്ള ബന്ധത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏക പ്രവൃത്തി വിശ്വാസം, ഫെയ്ത്ത്. സ്തോത്രം 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 സ്തോത്രം. ഇതിനൊരു ചെറിയ ഉദാഹരണം. അപ്പം വിശ്വാസം എന്ന പ്രവൃത്തി എന്ന് പറയുമ്പോൾ അത് അവനെ അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇനി വിശ്വാസത്തിനൊരു പ്രവൃത്തി ഉണ്ട്. രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല, രക്ഷിക്കപ്പെട്ടവൻ്റെ പ്രവൃത്തിയാണ്. കർത്താവിൽ വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ടവന് പ്രവൃത്തിയുണ്ട് അല്ലേ? അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് വിശ്വാസം എന്ന പ്രവൃത്തി. ഞാനിപ്പോൾ രണ്ടാമത് പറഞ്ഞ കാര്യത്തിനൊരു ഉദാഹരണം പറഞ്ഞാൽ, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് അവനെ നീതീകരിക്കപ്പെട്ടവനായി കണക്കിടാൻ ഇടയാക്കി. പക്ഷെ അവന് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു. അതേതാ? ഉൽപ്പത്തി 22 അതാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. ഇത് വിശ്വാസം എന്ന പ്രവൃത്തി, അത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. രാഹബെന്ന സ്ത്രീ, സഹോദരി, ഈ ഒറ്റുകാരെ വീട്ടിൽ റിസീവ് ചെയ്തു, ഒളിപ്പിച്ചു വെച്ചു. അവരോട് പറയുന്ന അവിടെ അറിയാം ഇവൾ ഓൾറെഡി വിശ്വസിച്ച ആളാണ്. അതായത് നിങ്ങളെക്കുറിച്ചുള്ള ഭീതി ഞങ്ങളുടെ ജനത്തിന് വീണു, ഞങ്ങളുടെ ഹൃദയം ഉരുകിപ്പോയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ദൈവത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടിലാണ് ഇവരെ പിടിച്ചകത്ത് കയറ്റിയേക്കുന്നത്. യാക്കോബ് പറയുക അവൾ പ്രവൃത്തിയാ നീതിക്കപ്പെട്ടെന്ന്. പൗലോസ് പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണോ? അല്ല, വിശ്വസിച്ചിട്ടാണ് അവൾ പ്രവർത്തിച്ചത്. ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യമൊക്കെ ഉണ്ടായി. ഇതാ സത്യദൈവം, ഇതാ ജീവനുള്ള ദൈവം. മിസ്രയീമിൽ നിന്ന് ഇവരെ ഇറക്കിക്കൊണ്ടുവന്ന ആ ചരിത്രം ആ സ്ത്രീ കേട്ടു. ഈ ദൈവമാണ് സത്യമെന്ന് വിശ്വസിച്ചു. അതിനനുസൃതമായിട്ടാണ് അവൾ ഈ പ്രവൃത്തി ചെയ്തത്. നീതിയായിട്ട് കണക്കിട്ടു. വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണത്. പക്ഷെ ഇവിടെ വിശ്വാസം എന്ന പ്രവൃത്തി ഏതാ? അതൊന്നേ ഉള്ളൂ, അയച്ചവനിൽ വിശ്വസിക്കുക. അത് നമുക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചല്ലേ? നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്കും ഈ കാഴ്ചപ്പാട് ദൈവം കൊടുക്കട്ടെ. സ്തോത്രം. ഈ വർക്ക് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്നത്, വിശ്വാസത്തിൻ്റെ വേല എന്നത് അതൊരു ലൈഫ് ഓഫ് ഫെയ്ത്ത് ആയിട്ട് മാറും. വിശ്വാസത്തിൻ്റെ ജീവിതമായിട്ട് മാറും. ജീവിതത്തിലുടനീളം പിന്നെ ദൈവത്തിലുള്ള വിശ്വാസത്താലായിരിക്കും ആ വ്യക്തി സഞ്ചരിക്കുന്നത്. നമ്മുടെ ജീവിതം അതല്ലേ? ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ്, കാണാത്തതോ നിത്യം.
കാണാത്തതിനെ ദൃഷ്ടി വെച്ച് വിശ്വാസത്താൽ നടക്കുന്നവരാണ് ഒരു ദൈവ പൈതൽ. സ്തോത്രം. ഇവിടെ പറയുന്നത്, പൗലോസ് ഇവരെ ഓർക്കുമ്പോൾ, ഇവരെക്കുറിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ പറയുന്നത്, ഇവരുടെ വിശ്വാസത്തിൻ്റെ വേലയെ ഓർത്താണ്. ഞാൻ പറഞ്ഞത്, ഇവരുടെ ആ പ്രവൃത്തി, ഇവർ വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ടവരായതുകൊണ്ട് ഇവരുടെ പ്രവൃത്തിയെക്കുറിച്ച് ഈ പാസേജിൽ തന്നെ പറയുന്നുണ്ട്. അതേതാണെന്ന് ചോദിച്ചാൽ, തെസ്സലോനിക്കർക്കുള്ള 1-ാം ലേഖനം അതിൻ്റെ 10-ാം വാക്യം വായിച്ചാട്ടെ. ആ ആ നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ടവരാണ്. ഇവരപ്പോൾ വിഗ്രഹാരാധകർ ആയിരുന്നു, ജാതികളിൽ നിന്നുള്ള വിശ്വാസികളാണ്. ഇവർ ദൈവജനം കേട്ടു, വിശ്വസിച്ചു, നീതീകരിക്കപ്പെട്ടു. അവിടെ തന്നെ പിന്നെ നിന്നില്ല, വിഗ്രഹങ്ങളെ എന്ത് ചെയ്തു? വിട്ടു. അതാണ് വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ടവൻ്റെ പ്രവൃത്തിയാണ്. അതാണ് ഉദാഹരണം. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് എന്ന് തിരിഞ്ഞു വന്നുമെന്ന് അവർ തന്നെ പറയുന്നു. ഇനി രണ്ടാമത്തെ കാര്യം അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താ? സ്നേഹത്തിൻ്റെ പ്രയത്നം. ഈ പ്രയത്നം എന്നുള്ളതിന് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം കഠിന അധ്വാനം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ടു ദ പോയിന്റ് ഓഫ് എക്സോസ്റ്റൻ എന്ന് പറഞ്ഞാൽ, ഈ ചിലരൊക്കെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ വരവുണ്ടല്ലേ അല്ലേ, നിലവിളിച്ചുകൊണ്ട് വരുന്നത് കാണാം. ഇത്രയ്ക്ക് ബിസിയാണ്. ഞാനും വന്നിട്ടുണ്ട്. ടു ദ പോയിന്റ് ഓഫ്, അതായത് മോഹത്സ്യപ്പെട്ടു പോകത്തരത്തിൽ ഉള്ള ജോലിയാണ്. ഇവിടെയുള്ള ഒരു ജോലിയുടെ കാര്യമല്ല പറയുന്നത്. സ്നേഹത്തിൻ്റെ കഠിനാധ്വാനം. എന്താണ് ഇവിടെ സ്നേഹത്തിൻ്റെ അധ്വാനം എന്ന് പറയുന്നത്? ഇവിടെ സ്നേഹത്തിൻ്റെ അധ്വാനം എന്ന് പറയുമ്പോൾ എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്, അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്? ദൈവം സ്നേഹത്താലാണോ രക്ഷിക്കുന്നത്, കൃപയാലാണോ രക്ഷിക്കുന്നത്? കൃപയാലാണ് അവിടുന്ന് രക്ഷിക്കുന്നത്. God does not save by love, but He saves by grace. അതിനെക്കുറിച്ചൊരു ഉദാഹരണം ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതേ. അതായത് ഒരു 5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് ഇളയ സഹോദരനെ, അവനാണ് ഇച്ചിരി വെയിറ്റ് ഉണ്ട്, ആ സഹോദരനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു നടക്കുക. പക്ഷേ അത് മിക്കവാറും താഴെ പോകുന്ന ലക്ഷണത്തിലാണ്, കാരണം അവന് നല്ല വെയിറ്റ് ഉണ്ട് ആ കുഞ്ഞിന്. അപ്പോൾ കണ്ടു നിന്നോട് ചോദിച്ചു, ഈ കുഞ്ഞ് അത്ര വെയിറ്റ് ഇല്ല, നിൻ്റെ കയ്യിൽ നിന്ന് പോകത്തില്ലേ, നിനക്ക് ആ വെയിറ്റ് തോന്നുന്നില്ലേ? അപ്പോൾ ആ കുഞ്ഞ് മറുപടി പറഞ്ഞു, ഓ നോ, ഹീസ് മൈ ബ്രദർ, അവൻ എൻ്റെ സഹോദരനാണ്. എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ പ്രയത്നം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. യാക്കോബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, യാക്കോബ് അല്ലല്ല മറ്റേ യാക്കോബ്, പഴയ നിയമത്തിലെ യാക്കോബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, പുള്ളിക്ക് അത് തോന്നിയില്ല, ഒന്നും തോന്നിയില്ല, കണ്ണടച്ച് അത്രയ്ക്ക്. അതാ സ്നേഹത്തിൻ്റെ പ്രയത്നം. കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ അറിയാമോ? അവൻ മരണം ആസ്വദിച്ചെന്ന്. അങ്ങനെ മരണം ആസ്വദിക്കാൻ പറ്റുന്നേ, എന്നെ കണ്ടു, നിങ്ങളെ കണ്ടു, സന്തതിയെ കണ്ടു. ഇവരെന്തിനാ ഈ സ്നേഹപ്രയത്നം ചെയ്യുന്നേ? ഇവരിറങ്ങിയപ്പോൾ തന്നെ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ഇറങ്ങിയവരാ.
ഇവർ ആ വിശ്വാസത്തിൽ നിൽക്കണമെങ്കിൽ അതിനൊരു പ്രയത്നമുണ്ട്. ഏകരായ വിശ്വാസത്തിൽ ഇറങ്ങിച്ചിരിച്ചവർക്ക് ഉള്ള പ്രയത്നം അതാ, ലേബർ ഓഫ് ലവ് അല്ലേ. അവർക്കത് ഭാരമായിട്ട് തോന്നുന്നില്ല. ഈ സ്നേഹത്തിൻ്റെ ഈ പ്രയത്നം ആദ്യം മുതൽക്കേ ഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിയും. എബ്രായ ലേഖനം 11:4 വിശ്വാസത്താൽ ഹാബേൽ കയീന്റേതിലും ഉത്തമമായ ബെസ്റ്റ്. ഈ അബ്രഹാം അതിഥികളെ സ്വീകരിച്ചപ്പോൾ, അവിടെ സൽക്കരിച്ചപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നിലം വരെ കുനിഞ്ഞ് എന്നിട്ട് തൊഴുത്തിലേക്ക് പോയിട്ട് മേധസ്സുള്ളതിനെ. പിന്നെ അപ്പം ഉണ്ടാക്കാൻ, ഒരു മുറി അപ്പം ഉണ്ടാക്കാൻ 3 ഇടങ്ങഴി. ഒരാൾ 2 പറഞ്ഞു, ഒരാൾ 1 പറഞ്ഞു. നമ്മൾ എന്തെടുക്കുമെന്നായിരിക്കും ഈ പറയുന്നത്. അബ്രഹാം 3 ഇടങ്ങഴി. നമ്മുടെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു മുറിക്ക് 3 ഇടങ്ങഴി. ഇതെല്ലാം സ്നേഹത്തിൻ്റെ പ്രയത്നമാണ്. അദ്ദേഹത്തിന് 318 അഭ്യാസികൾ അവിടെ ഉണ്ട്. അവരെയൊന്നും അല്ല വിട്ടത്. ഹി ഹിംസെൽഫ്, ലേബർ ഓഫ് ലവ്. ഈ ഹാബെലിനെ സംബന്ധിച്ചിടത്തോളം കയീന്റേതിലും ഉത്തമമായ യാഗം. ആരോ പറഞ്ഞപ്പോൾ പറഞ്ഞു, ചോദിച്ചാൽ തോന്നുന്നു, അവിടെ ഒരു യാഗത്തിൻ്റെ ഒന്നും ഒരു കൽപ്പന കൊടുത്തിട്ടില്ല. ആ കാലത്തിൽ ദൈവത്തിനെന്താ പ്രസാദമെന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ ദൈവത്തോടുള്ള ഭക്തിയും സ്നേഹവും, അതിനകത്തൊരു ലേബറുണ്ട്, അതിനകത്തൊരു ഒരു 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 ടോയിലുണ്ട്, അതിനകത്തൊരു പ്രയത്നമുണ്ട്. മനുഷ്യവർഗത്തിൻ്റെ വീഴ്ചയ്ക്ക് മുമ്പ് തന്നെ അവൻ്റെ റെസ്റ്റോറേഷനുള്ള മാർഗവും ദൈവം ഒരുക്കി അല്ലേ. മാത്രമല്ല, ഈ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്, ക്രിസ്തു നാം പാപികളായിരിക്കും തന്നെ നമുക്ക് വേണ്ടി മരിക്കയിൽ ദൈവത്തിന് തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. നീതിമാനായ ശേഷമല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്, പാപികളായിരിക്കുമ്പോൾ തന്നെ. അഭക്തർക്ക് വേണ്ടി മരിച്ചെന്ന് എഴുതിയേക്കുന്നത്. സ്തോത്രം. അതായത് ഈ ഹാബെലിൻ്റെ ഈ യാഗത്തെപ്പറ്റി ഒരു ഭക്തൻ പറഞ്ഞത് ഇപ്രകാരമാണ്. അതായത് ഈ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കമാൻഡ് ഇല്ല, ഇന്ന രീതി യാഗം കഴിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഹാബെൽ ഇത് എവിടെ നിന്നാണ് ഈ ഒരു ആശയം അല്ലെങ്കിൽ ഈ ഒരു ആലോചന ലഭിച്ചത്? വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, മനുഷ്യവർഗത്തിൻ്റെ വീഴ്ചയ്ക്ക് മുമ്പ് തന്നെ അവൻ്റെ യഥാസ്ഥാപനത്തിലുള്ള മാർഗവും ദൈവം ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാട്. ലോകസ്ഥാപനത്തിന് മുമ്പേ, വീഴ്ചയ്ക്ക് ശേഷമുള്ള ബി പ്ലാൻ അല്ല കർത്താവിൻ്റെ ഈ യാഗമരണം എന്ന് പറയുന്നത്. ഇതിന് മുമ്പേ ഒരുക്കിയതാണ്. അപ്പോൾ വീഴ്ച നിമിത്തം മനുഷ്യൻ ദൈവസന്നിധിയിൽ നിന്നും അകലെ മാറി ഒളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവനെ തിരികെ ദൈവസന്നിധിയിലേക്ക് യഥാസ്ഥാപനപ്പെടുത്താൻ എഫർട്ട് എടുത്തത് ആരാ? എന്താ ദൈവം ചെയ്തേ? അല്ലല്ലല്ല, ആദ്യം ഒരു മൃഗത്തെ കൊന്ന് തോലെടുത്ത് ആ വസ്ത്രം ഉടുപ്പിച്ച് ഇവരെ ഉടുപ്പിച്ചെന്നാണ് പറഞ്ഞേക്കുന്നത്. ദൈവം തന്നെ ഇവരെ ഉടുപ്പിച്ചു. ഇത് തീർച്ചയായും മാതാപിതാക്കൾ ആർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും? ഹാബേലിനോടും കയീനോടും പറഞ്ഞിട്ടുണ്ട്. The love of God expressed through His grace by clothing them with the skin of an animal. ദൈവത്തിൻ്റെ സ്നേഹമല്ലേ അവിടെ പ്രദർശിപ്പിച്ചത്. ദൈവം തന്നെ ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തോലുകൊണ്ട് ഇവരെ ഉടുവിച്ചു. അത് ദൈവത്തിന് പ്രസാദമാണ്, ഉത്തമമാണെന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലായി. അത് ഒരു കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ബട്ട് അതുകൊണ്ട് അവിടെ എഴുതിയേക്കുന്നേ ബൈ ഫെയ്ത്ത്. ഹാബേൽ അത് വിശ്വസിച്ചു. ഹാബേൽ അത് വിശ്വസിച്ചു. ഇതാണ് ദൈവത്തിന് പ്രസാദമുള്ള ഉത്തമമായ യാഗം. അവനത് അർപ്പിച്ചു, ദൈവത്തിന് പ്രസാദിച്ചു, ദൈവം അതിൽ പ്രസാദിച്ചു. But there is a labor involved in it. ദൈവം ഇന്നും
നമ്മുടെ അകമാണ് നോക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഹാബേലിലും അവൻ്റെ യാഗത്തിനും ദൈവം പ്രസാദിച്ചു, കയീനിലും അവൻ്റെ യാഗത്തിനും ദൈവം പ്രസാദിച്ചില്ല. ദൈവത്തിൻ്റെ ആ പരിശുദ്ധമായ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൊണ്ട് നമ്മുടെ ഹൃദയം നോക്കുമ്പോൾ നാം അവന് പ്രസാദകരമായി തീരട്ടെ, നാം അവന് ഉത്തമമായി തീരട്ടെ. എങ്കിൽ മാത്രമേ നമ്മുടെ യാഗവും അവിടുന്ന് സ്വീകരിക്കുകയുള്ളൂ. ഔട്ട് ഓഫ് ലവ് ആൻഡ് ബൈ ഫെയ്ത്ത് ഏബൽ ഓഫേർഡ് ആൻ ആനിമൽ ആസ് എ സാക്രിഫൈസ്. സ്നേഹത്താലും വിശ്വാസത്താലും എന്ത് ചെയ്തു? ഹാബേൽ യാഗം കഴിച്ചു. അതിനൊരു റിസൾട്ട് ഉണ്ടല്ലേ. ഒന്നാമത്തെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താ? ദൈവപ്രസാദം. ഒന്നാമത്തെ റിസൾട്ട് എന്താ? ദൈവം പ്രസാദിച്ചു. പക്ഷെ വേറൊരു റിസൾട്ട് കൂടെ ഉണ്ട്. ദർ ഇസ് എ പ്രൈസ് ടു പേ. എന്തായിരുന്നു ആ പ്രൈസ്? ആള് പോയി. കർത്താവ് ദൈവം എന്ന് വെച്ചാൽ അത് പറയണമെന്നുണ്ട് എനിക്ക് നാളെ. കർത്താവ് ഇപ്രകാരമാണ് പറഞ്ഞേ, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിക്കണം, ക്രൂശ് എടുക്കണം, എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. രക്തസാക്ഷികളെക്കുറിച്ച് ചില നാളുകൾക്ക് മുമ്പ് നമ്മൾ പഠിച്ചായിരുന്നു. ഒരു ക്വാട്ട് ഇതാണ്: മാർട്ടിയർഡം ഈസ് നോട്ട് സംതിങ് വൺ ആസ്ക് ഫോർ. ഈ രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ ആരും ചോദിച്ച് മേടിച്ചുകൊണ്ട് വരുന്നതൊന്നുമല്ല. ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നതിൻ്റെ റിസൾട്ടാണ്. ദ മോർ ക്ലോസർ യു ഫോളോ ഹിം, എത്രയും പെട്ടെന്ന് ക്രൂശിൽ ചെല്ലാം, കാൽവറി ചെല്ലാം. ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് യുവർ അൾട്ടിമേറ്റ് ലവ് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു റിസൾട്ടാണത് മാർട്ടിയർഡം, ലേബർ ഓഫ് ലവ്. അപ്പോൾ ഇത് നമ്മൾ ഉദാഹരണത്തിലൂടെ കണ്ടു. അപ്പം ഇവർ ഇതുപോലെ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ദേ സാക്രിഫൈസ്ഡ് എ ലോട്ട്. ഈ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? അവരെ തന്നെ യാഗമായി. ഇത് കേട്ട പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ, അവരെ ഓർക്കുമ്പോൾ രണ്ട് കാര്യം ആദ്യം ഓർക്കുന്നു. ഒന്ന്, അവരുടെ വിശ്വാസത്തിൻ്റെ വേല. രണ്ട്, അവരുടെ സ്നേഹത്തിൻ്റെ പ്രയത്നം. ഈ ലേബർ ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തിൽ ദൈനംദിനത്തിലുള്ള ഒരു സമർപ്പണത്തെയും കൂടിയാണ് അത് കാണിക്കുന്നത്. നമ്മൾ സൺഡേ ക്രിസ്ത്യൻസ് മാത്രമല്ലല്ലോ, മൺഡേ, ട്യൂസ്ഡേ, എവ്രിഡേ ക്രിസ്ത്യൻസാണ്. അല്ലാതെ വീക്കെൻഡിൽ മാത്രമുള്ള ക്രിസ്ത്യാനിത്വമല്ല നമ്മുടെ. 24/7 എവ്രി സെക്കൻഡ് നാം സമർപ്പണമുള്ള ഒരു ജീവിതത്തിന് ഉടമയായി ഞാനും നമ്മളെല്ലാവരും മാറുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ലേബർ ഓഫ് ലവ്. അതിനൊരു പ്രയത്നമുണ്ട്. ഇറ്റ്സ് നോട്ട് ഈസി. കാരണം നമ്മളിപ്പോൾ പാർക്കുന്ന ഈ കൾച്ചറുണ്ടല്ലോ, നമ്മെ പ്രൊവോക്ക് ചെയ്യുന്ന കൾച്ചറാണ്. നിങ്ങളൊരു ഒരു 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 ഒന്നാമത് വി ആർ പീപ്പിൾ ഓഫ് കളർ, റൈറ്റ്? നമ്മളെ കാണുമ്പോൾ തന്നെ, നമ്മുടെ രൂപം കാണുമ്പോൾ തന്നെ, നമ്മുടെ വേഷം കാണുമ്പോൾ തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ ആക്സൻ്റൊക്കെ കേൾക്കുമ്പോൾ തന്നെ പ്രശ്നമാണ്. ഞാൻ പലപ്പോഴും വിചാരിച്ചുകൊണ്ട് മാസ്ക് ഇട്ടുകൊണ്ട് പോയായിരുന്നു അത്ര നല്ലത്. ഞാൻ വിചാരിച്ച കാര്യമാണ്. കാരണം ഇവർ കാണുമ്പോൾ തന്നെ ഇവർക്ക് വല്ലായ്മയാണ്. അതിനെക്കുറിച്ച് എൻ്റെ ഒരു സുഹൃത്ത്, ഡാളസിലുള്ള ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, ലിജി, ഞാൻ കഴിഞ്ഞ ദിവസം വാൾമാർട്ടിൽ പോയി. അപ്പോൾ അവിടെ ഒരു സ്ത്രീ, ആ സ്ത്രീ എന്നുള്ളതല്ല, അത് സഹോദരിമാരെ ഒന്നും അടിച്ചു താഴ്ത്തൊന്നുമല്ല, വേറൊരു വർഗ്ഗക്കാരിയാണ്. പുള്ളിക്കാരി പറഞ്ഞത് ഇതാ, പുള്ളി എല്ലാത്തിനെയും ആത്മീയ പോരാട്ടമായിട്ടാണ് കാണുന്നത്. പുള്ളി പറഞ്ഞു ഞാൻ ചെന്നപ്പം അതിനു മുമ്പിലത്തെ കസ്റ്റമറെ വരെ ചിരിച്ചുകൊണ്ട് വിഷ് ചെയ്ത ആ സഹോദരി എന്നെ കണ്ടപ്പോഴത്തേന് അപ്പോൾ പുള്ളി പറയുന്നത് ഇതാണ്, എന്നിലുള്ള ആത്മാവ് അല്ല, അവളിലുള്ള ഭൂതം എന്നിലുള്ള ആത്മാവിനെ കണ്ടപ്പോൾ സംഭവിച്ചാണ്. ആണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾക്കെതിരെ ഒരു പോരാട്ടമുണ്ട്. പ്രൊവോക്ക് ചെയ്തുകളെ നമ്മളെ, അല്ലേ? അപ്പോൾ എത്രയും ലേബർ ഓഫ് ലവ് ഉണ്ടെങ്കിൽ പറ്റും. എത്രയും നമ്മൾ മരിച്ചാൽ പറ്റും, അല്ലേ? അവൾക്ക് ട്രെയിനിങ് ഉണ്ടല്ലോ. അവൾ അതിന് മുമ്പ് വരെ അവൾ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തതല്ലേ.
നമ്മൾ ഇവിടുത്തുകാരല്ലെന്ന് നമുക്കറിയാം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലായതുകൊണ്ട് എവിടെയൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഇവൻ ഇവിടുത്തുകാരനല്ല, എക്സ്പാട്രിയേറ്റ് ആണെന്ന്. ദാറ്റ്സ് ട്രൂ. കസ്റ്റമർ സർവീസിന് ട്രെയിനിങ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും ഞാനൊരു ഉദാഹരണം പറഞ്ഞു, പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ്. ഒരു വല്ലായ്മയുണ്ട് അവർക്ക്. അതെന്തുമായിക്കോട്ടെ, നമ്മൾ അതുപോലല്ല ഇടപെടുന്നത്. ബട്ട് ദ തിങ് ഈസ്, ഇതെല്ലാം നമ്മുടെ സാങ്ക്ടിഫിക്കേഷനാണ്. അത് കണ്ടാൽ മതി. ഇതെല്ലാം ഇവിടെ എല്ലാം കൂടെ ദൈവം നമ്മെ ശുദ്ധീകരിക്കുക. കാരണം നമുക്കിവിടെ ഒരു 80 വർഷം എല്ലാവരും മാനിച്ച് ജീവിക്കണമെന്നാണോ അർത്ഥം, പിന്നെ ഇഷ്ടം? അതോ നമുക്ക് നിത്യതയിൽ പോകണമെന്നാണോ? നമുക്കെങ്ങനെ അവിടെ പോയാൽ പോരെ? അതിൻ്റെ ഒരു മുഖാന്തരം മാത്രമായി ഇവിടുത്തെ അനുഭവങ്ങളെല്ലാം. അത് തിരസ്കരണമായാലും റിജക്ഷൻ ആയാലും, കർത്താവിനെ റിജക്റ്റ് ചെയ്ത് സ്വന്തം നാട്ടുകാരല്ല, പിന്നെ റോമക്കാരല്ല, സ്വന്തമായവരാ, സ്വന്തം ജനമാ. ഹൈപ്രീസ്റ്റെ റിജക്റ്റ് ചെയ്ത്, ശാസ്ത്രിമാരെ റിജക്റ്റ് ചെയ്ത്, യഹൂദന്മാരെ റിജക്റ്റ് ചെയ്ത്, സ്വന്തക്കാരെ റിജക്റ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് അത്രയൊന്നും റിജക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ബട്ട് ഞാൻ പറഞ്ഞു വന്നത്, ദിസ് ഈസ് ദ പാത്ത് വേ ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. ഇത് വിശുദ്ധീകരണത്തിൻ്റെ പാതയാകയാൽ ഈ ലേബർ നമ്മൾ എല്ലാ ദിവസവും വി ഹാവ് ടു ബി കെയർഫുൾ. ഇത് വലിയൊരു അധ്വാനം ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. പെർസിക്യൂഷനിലൂടെ കടന്നു പോകുന്ന ദൈവദാസന്മാർ അവർ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ലേബർ ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ ഒരു പ്രയത്നമാണ്. ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ 1 സെക്കൻഡ് മതി, പക്ഷെ നിൽക്കാൻ ഒരു ലൈഫ് ടൈം നിന്നേ പറ്റുള്ളൂ, അല്ലേ? തള്ളിപ്പറയാൻ 1 സെക്കൻഡ് പോരെ, പക്ഷെ നിൽക്കണമെങ്കിലോ എൻ്റയർ ലൈഫ് നിൽക്കണം. അതിൻ്റെ മറുവശം നാം നിൽക്കുകയല്ല, കർത്താവിൻ്റെ ആത്മാവ് നമ്മെ നിർത്തുകയാണ്. Persecution reveals whether you are a true believer. അല്ലേ? പ്രഷർ വരുമ്പോൾ നാം യഥാർത്ഥത്തിൽ പ്രൊഫസ് ചെയ്യുന്ന ആ വിശ്വാസം യഥാർത്ഥത്തിൽ നമ്മുടെ ഉണ്ടോ എന്നുള്ളത് വെളിവാക്കും. ദൈനംദിനത്തിലുള്ള ചെറിയ 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 പ്രശ്നങ്ങൾ വരെ നമ്മളിലുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ ആ പ്രൊഫഷൻ, അത് ജെനുവിനാണോ, അതിനെക്കുറിച്ചാണ് വചനത്തിൽ പറയുന്നത്. അത് വിശ്വാസത്തിൻ്റെ പരിശോധനയാണ്. God is testing you through every circumstances so that നമ്മൾ ആ വീഴ്ച മനസ്സിലായി വീണ്ടും എഴുന്നേറ്റ്, വീണവിടെ കിടക്കുകയല്ല, വീഴ്ച മനസ്സിലായി നാം വീണ്ടും എഴുന്നേറ്റ്, അപ്പാ എന്നെ സഹായിക്കണമേ, ഞാൻ ഇന്നലെ പറഞ്ഞു പോയി, ഞാൻ ഇന്നലെ പ്രതികരിച്ചു പോയി, എനിക്കത് സാധിച്ചില്ല, എനിക്കതിന് ജയിക്കാൻ സാധിച്ചില്ല, ദൈവമേ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഹീ ഈസ് വില്ലിങ്, മോർ ദാൻ വില്ലിങ്. നാം ഒരു പടി എടുക്കുമ്പോൾ കർത്താവ് 2 പടി എടുക്കും നമ്മോട്. ഇനി മറ്റേത് ലവിങ് എനിമീസ്. ഇറ്റ്സ് സോ ഹാർഡ്, റൈറ്റ്? അങ്ങനെയാണ് പിന്നെ കർത്താവ് നമ്മളെ എങ്ങനെ സ്നേഹിച്ചേ? നമ്മൾ എനിമീസ് ആയിരുന്നല്ലോ, നാം ശത്രുക്കളായിരുന്നു. ഈ പൗരത്വമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. ദൈവത്തിന് ശത്രുക്കളാണ്, കോപത്തിൻ്റെ മക്കളായിരുന്നു. ഓക്കെ, സമയം പോയി. ദൈവം വെച്ചാൽ നമുക്ക് വീണ്ടും തുടരാം. കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ. ഒരു സമർപ്പണമുള്ള ക്രിസ്ത്യ ജീവൻ ചെയ്ത് കർത്താവിന് പ്രസാദമുള്ള ഉത്തമമായ യാഗം കഴിച്ച് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.